ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നമ്മളെങ്ങനെ പോണേ? അല്ല, ഇത് നമ്മുടെ കാർ ഓടിക്കുന്ന ചേട്ടനാണ്. റഫീഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജാർഖണ്ഡ് അല്ലേ? ജാർഖണ്ഡിലാണ്. ഇവിടെ മുംബൈയിൽ ടാക്സി ഓടിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ മുംബൈയിൽ ഞാൻ ആദ്യം വിചാരിച്ച് ബസ്സിലൊക്കെ പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ പല സ്ഥലത്തും എന്താ പറയുക, പല സ്ഥലത്തും എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടാകും. നല്ല തിരക്കുള്ള ഏരിയ ആയിരിക്കും. പിന്നെ പല സ്ഥലത്തുനിന്നും ബസ് പിടിച്ച് നമ്മൾ ചോദിച്ചൊക്കെ പോകുമ്പോൾ സമയമെടുക്കും. അത് കാരണം ഇപ്പോൾ ടാക്സി അറേഞ്ച് ചെയ്യാണ് ചെയ്തത്. 80 കിലോമീറ്ററിന് 3000 രൂപ. അപ്പോൾ പല സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് എങ്ങടെ? അകല കഹാം മന്നത്ത്. ഇനി നമ്മൾ പോകുന്നത് ഷാരൂഖ് ഖാൻ്റെ വീട് കാണാനാണ്. അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിക്കഴിഞ്ഞു. एक दिन 100 അതായത് ഒരു ദിവസമൊക്കെ 100 കൂടുതലൊക്കെ ആളുകളൊക്കെ 150 ആളുകളൊക്കെ വരുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഇവിടെ ടൂർ പാക്കേജിലൊക്കെ ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ആളുകളെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് ഷാരൂഖ് ഖാൻ്റെ വീട് കാണാനാണ് നമ്മൾ പോകുന്നത്. യാസെ കിത്തനെ ദൂരേ? ഇവിടെ മൗണ്ട് ലേഡി ചർച്ചിൻ്റെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതും ഒന്ന് പോയി കാണാം. കേട്ടോ, റോഡൊക്കെ എന്ത് നല്ല റോഡാന്ന് നോക്കി. അതിൻ്റെ അടുത്ത് തന്നെയാണ് സൽമാൻ ഖാൻ്റെ അല്ലേ, ഗാലക്സി നിയറസ്റ്റ്. അപ്പോൾ ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ അടുത്താണ് സൽമാൻ ഖാൻ്റെ വീടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ അടുത്തെത്തി, വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് കണ്ടോ, ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കവിടെ പോയി നോക്കാം. ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിൽ വെയിലൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 10-12 മണി ആവാറായി. അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള ആളല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേ കണ്ടോ. ഇതാണ് ഈ ബാക്കിൽ കാണുന്ന വീടാണ്. അതിൻ്റെ ബാക്കിലല്ല, ഈ ഫ്രണ്ടിൽ കാണുന്ന വീടാണ് അദ്ദേഹത്തിൻ്റെ വീട്. കണ്ടോ, ഇവിടെ ഇത് കാണാൻ വേണ്ടി ആളുകൾ ഇഷ്ടം പോലെ വന്ന് നിൽക്കുന്നുണ്ട്. Música, 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 te traigo música, música, ഇതാണ് ആളുകൾ കാണാറ്. അതായത് ഷാരൂഖ് ഖാനെ പൊതുജനങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണിത്. ഇത് കണ്ടോ, ഇവിടെ കടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണിത്. കണ്ടോ, ഏതായാലും അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇത് കണ്ടോ, വീട് കണ്ടോ. നമുക്ക് സെക്യൂരിറ്റിയോട് ചോദിക്കാം, അദ്ദേഹം എപ്പോഴും ഉണ്ടാവുമെന്ന് ചോദിക്കാം. ഇത് കണ്ടോ, കടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വീട്. നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. അതെ ഹാജി ബാഹർ ഗയ ദുബായ് यहाँ पे नहीं है ഫ്രണ്ട്സ്. ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്, ദുബായിലാണെന്ന് പറഞ്ഞത്. വല്ല ഷൂട്ടിങ്ങിന് എന്തെങ്കിലും പോയതായിരിക്കും. ഇതാണ് മന്നത്ത്. അങ്ങനെ മന്നത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു സെൽഫി. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കടൽ. അതായത് ബാന്ദ്രയുടെ ഇതാണ്. നമുക്ക് അതിലെ നടുക്കക്കടെ ഉള്ള ഒരു ചെറിയൊരു പാലമുണ്ട്. ബാന്ദ്ര വേളി സീലിംഗോ അങ്ങനെ കണ്ടോന്നു. അത് നമുക്ക് കാണാൻ പോകണം. കണ്ടോ, ഈ ഭംഗിയുള്ള ഈ കടൽ തീരത്തിൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. കണ്ടോ, ഹുണ്ടായിയുടെ ടാക്സികളാണ് ഇവിടെ. അങ്ങോട്ട് എങ്ങടാന്ന് അറിയാൻ പാടില്ല, പോയി നോക്കാം. ഈ അവിടെ സെക്യൂരിറ്റികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ വന്ന് ചോദിക്കില്ലേ, സ്വാഭാവികമായിട്ട് അവരിങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് എന്തായാലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അവരുടെ വീടിന് സുരക്ഷ ഉള്ളതാണല്ലോ അവരെ ഇത്. ഏതായാലും ഇത് അങ്ങോട്ട് കിടക്കണ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ട്. ഷാരൂഖ് ഖാനെ കാണാൻ പറ്റില്ല, അപ്പോൾ അത് കാരണം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് അവർ പറഞ്ഞത്. കണ്ടോ, അവർ റൊട്ടിയാണ് കഴിക്കുന്നത്. ചപ്പാത്തി 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 ഖാ രഹേ അവർ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. आपने देखा उसको? नहीं देखा. वो कहाँ गए? എന്നോട് പറഞ്ഞ സെക്യൂരിറ്റി ദുബായിൽ പോയേക്കാന്ന് പറഞ്ഞു. പക്ഷേ ഉസ്നക്കായ്ക്ക് അവിടെ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.